ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം രാവിലെ ഒരു റൈഡ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ വാങ്ങിച്ച്. പക്ഷെ ഇവിടെ നിന്ന് ചായ കുടിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞ് സൈക്കിളെടുത്തു. അപ്പോൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിതിരയ്ക്ക് അടുത്തുള്ള താവയ്ക്കൽ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസാണ്. കൊള്ളാം, നല്ല രസമാണ്, കാണാനൊക്കെ അടിപൊളി സ്ഥലമാണ്. പ്രധാന സൈക്ലിസ്റ്റുകളൊക്കെ ചെറിയ സ്പോട്ടൊക്കെയാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നീന്താൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ അപകടമാണ്, എന്നാലും കെയർഫുള്ളായിട്ട് നീന്തുക. വരുന്നവർ വളരെ സൂക്ഷിച്ചൊക്കെ വേണം ആ സ്ഥലത്ത് പോകാനും വെള്ളത്തിലിറങ്ങാനൊക്കെ. അപ്പം രാവിലെ തന്നെ ചവിട്ട് തുടങ്ങി. ചവിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ ഉണ്ട് ഈ സ്പോട്ടിലേക്ക്. അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടാണ് ഞാൻ ഈ സ്ഥലം ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ അങ്ങോട്ടേക്ക് പോകാനാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഈ സൈക്കിള് ചൂസ് ചെയ്യാൻ മിക്കവരും ചൂസ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ജീവിത നിലവാരത്തിൽ നമ്മളിപ്പം വളരെ ഫാസ്റ്റ് ഫുഡൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കലോറീസൊക്കെ നല്ല നമ്മുടെ ശരീരത്തിൽ കയറി ഫാറ്റ് ആവാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. പല അസുഖങ്ങൾക്കും കാരണമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ജീവിത നിലവാരത്തിൽ എക്സസൈസ് മസ്റ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ പോട്ടെ, അതുമല്ല ഈ രാവിലെ ഈ സൈക്ലിംഗ് ചവിട്ടുന്ന വേറൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് നമ്മൾ ഈ സൈക്ലിംഗ് ചെയ്യുന്നവരെ അവർക്കറിയാം എന്താണെന്നുള്ളത്. ഇപ്പോൾ പ്രത്യേക അന്നത്തെ ദിവസം തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വേറൊരു പോസിറ്റീവ് ഒരു മൈൻഡ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് സൈക്ലിംഗ് മാത്രമല്ല, ഏത് ജോഗിങ് ചെയ്താലും അതിൻ്റേതായ നമുക്കൊരു ഉന്മേഷം കിട്ടും. പക്ഷേ സൈക്ലിംഗ് എന്ന് പറയുന്നത് അത് വേറൊരു വികാരമാണ്. അപ്പോൾ അങ്ങനെ അപ്പം നമ്മളിപ്പോൾ നോണ്ടില്ലേ, നമ്മളിപ്പം ഏതാണ്ട് വിതിര വിനോദയാനികേതൻ എന്ന കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല ഇവിടെ ആൽപ്പേഷ്യൻ മരങ്ങൾ 2 സൈഡും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫോറസ്റ്റിൻ്റെയാണ് ഈ സ്ഥലം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതാണ്ട് സ്പോട്ട് എത്താറായി. നമ്മൾ വിതിര ജംഗ്ഷനിൽ നിന്നും ഒരു റോഡ് തിരിയുന്നുണ്ട്. ഒരു ആലൊക്കെ ഉള്ള റോഡ് തിരിയുന്നുണ്ട്. വിതിര കഴിഞ്ഞിട്ട് ആണ് ഈ സ്ഥലം വരുന്നത്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ കറക്റ്റ് വിതിരയിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള കറക്റ്റ് സ്പോട്ട് എനിക്കറിയില്ല. ഇതൊക്കെ ഫുൾ പണ്ട് കാലത്ത് ഫുൾ പണയായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് റബ്ബറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലം, ഈ വഴി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചവിട്ടി പോകാനും കുറച്ച് ഓഫ് റോഡാണ്. MTB ഒക്കെ ആണെങ്കിൽ പൊളിക്കാൻ ഈ റോഡൊക്കെ. പക്ഷേ അതിൻ്റെ ഹൈബ്രിഡ് ആയതുകൊണ്ട് ചവിട്ടാൻ ഭയങ്കര പാടാണ്. റോഡ് ബൈക്കുകാർ നോക്കണ്ട കേട്ടോ, ഇതേ കൂടെ വരാൻ ഭയങ്കര പാട് കാണും. നല്ല ഓഫ് റോഡാണ്, നല്ല കട്ട് റോഡാണ്. അപ്പോൾ ഏതാണ്ട് നമ്മൾ ചവിട്ടി പോവുകയാണ്. നല്ല പച്ചപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് റബ്ബർ എസ്റ്റേറ്റാണ് ഫുള്ള്. അങ്ങനെ നമ്മൾ സ്പോട്ടെത്തി. ഇതാണ് വിതിരയിലെ ഇതാണ് വിതിരയിലെ താവയ്ക്കൽ വാട്ടർഫാൾസ്. അടിപൊളി വ്യൂ. എൻ്റെ മോനെ, അടിപൊളി കിടിലം കേട്ടോ. ഇവിടെ സ്റ്റെപ്പ് കയറി ഇരിക്കേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മഴയത്ത് കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. കുറച്ചുകൂടെ വെള്ളവും കയറി നിൽക്കുന്ന. ഇപ്പം കുറച്ച് വെള്ളം കുറവാണ് ഇവിടെ. മഴ സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. കണ്ടില്ലേ, അടിപൊളി. എന്താ മോനെ, കിടിലം വ്യൂ. നമ്മുടെ സൈക്കിൾ കുട്ടൻ അവിടെ ഉണ്ട്. സൈക്കിൾ കുട്ടൻ ക്ഷീണിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവനെ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അവിടുന്ന് കുറച്ച് നടന്ന് വരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്താൻ വേണ്ടി. പ്രത്യേകിച്ച് പറയണം, ഇവിടെ വളരെ അപകടം നിറഞ്ഞ സ്ഥലമാണ്. വരുന്ന സൂക്ഷിക്കുക. കണ്ടില്ലേ, അടിപൊളി വെള്ളച്ചാട്ടം കണ്ടില്ലേ. പക്ഷെ മഴയത്താണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആണ് കേട്ടോ. നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ച് വെള്ളം പറ്റി.
അടിപൊളി വ്യൂ കേട്ടോ. ആരും ഈ സ്ഥലം മിസ് ചെയ്യരുത്. പക്ഷെ വരണവർ സൂക്ഷിക്കുക. പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളൊന്നും ഇവിടെ ഇടാതിരിക്കുക. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ഈ സ്ഥലത്ത് വലിച്ചെറിയുന്ന കണ്ട്. പക്ഷേ ദയവ് ചെയ്ത് ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക്കൊന്നും ഇടാതെ ഈ സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കണ്ടില്ലേ, അടിപൊളി വ്യൂ. എനിക്കൊന്ന് ഈ പുഴയെന്ന് പറയുമ്പോൾ കല്ലാറി എന്ന് പറഞ്ഞ ഇതാണ് വരുന്ന വെള്ളം. ഇവിടെ അടുത്ത ഒരു വ്യൂ ഉണ്ട്. ഇവിടെയൊക്കെ ഇറങ്ങി നമ്മൾ കുളിക്കണയൊക്കെ സൂക്ഷിച്ച് വേണം ഇവിടെയൊക്കെ നിൽക്കാൻ. പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ ഈ സ്ഥലത്തൊന്നും വരാതെ സൂക്ഷിക്കുക. അമ്മാതിരി വെള്ളമായിരിക്കും. അടിപൊളി വ്യൂ. ഓക്കെ മച്ചാന്മാരെ, ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെറിയ എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഓക്കെ, ശരി, ബൈ.